ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ പറയാൻ പോകുന്നത് സീമയുടെ വീട് എന്ന കഥയുടെ അടുത്ത ഭാഗമാണ് കേട്ടോ. അപ്പം അടുത്ത ഭാഗത്തിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിനി മുഷിപ്പിക്കാത്ത കഥയിലേക്ക് പോയാലോ. അതിരാവിലെ തന്നെ ജനാലയിൽ കൂടി മഴവെള്ളം ഇങ്ങനെ തെറിച്ചു വീഴുന്ന സമയത്ത് തന്നെ ഞാൻ എഴുന്നേറ്റായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെയാണെങ്കിൽ ഒരുപാട് ലേറ്റായി. ഇന്നലെ മാനേജർ തിരിച്ച് വീട്ടിലേക്ക് പോയ സമയത്താണെന്നുണ്ടെങ്കിൽ കിടന്നത് 12 മണിക്കാണ്. കാരണം ആള് പോകാൻ ഇച്ചിരി ലേറ്റായിരുന്നു. ഞാൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റു. ആദ്യം കട്ടിൽ നിന്ന് എഴുന്നേറ്റ ശേഷം ആ കട്ടിൽ തന്നെ കുറച്ചു നേരം ഇരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, ഒരു ദിവസം തുടങ്ങുമല്ലേ, അതുകൊണ്ട് തന്നെ കുറച്ചു നേരം ഞാൻ അങ്ങനെ ഇരിക്കും. ആ സമയത്ത് തന്നെ എൻ്റെ തുണിയെല്ലാം ഒന്ന് നേരെയാക്കിയിട്ടു. രാത്രി നല്ല മഴ പെയ്തെങ്കിലും പക്ഷേ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല ചൂടും കാര്യങ്ങളുമായിരുന്നു. മഴ പെയ്താലും ശരി തന്നെ ഉഷ്ണം അകത്തെന്തൊക്കെയാലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലല്ലായിരുന്നു ഇട്ടിരുന്നത്. ഞാൻ മാക്സി എല്ലാം ഒന്ന് പിടിച്ച് ശരിയാക്കി ആ ഒരു സിബും കാര്യങ്ങളൊക്കെ ഇട്ട് കട്ടിലിന്റെ മുകളിൽ വെച്ചിരുന്ന കാലെടുത്ത് താഴേക്ക് വെച്ചു. ആ സമയത്ത് ഒരു ഉന്മേഷം എന്ന പോലെ ഞാനൊന്ന് കാലൊന്ന് നിവർത്തി നോക്കി. രാവിലെ എണീറ്റിട്ട് എക്സസൈസ് ചെയ്യാൻ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ മടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഭിത്തിയെ പിടിച്ചിട്ട് എന്തൊക്കെയോ ഒരു കസരത്ത് കാണിച്ചു. വീട്ടിൽ ആരുമില്ലല്ലോ, അമ്മായിമ്മയാണെന്നുണ്ടെങ്കിൽ മരുമോളുടെ വീട്ടിൽ പോയേക്കാണ്. ആള് സ്ഥലം വിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 ദിവസം കഴിയും തിരിച്ചു വരാനൊക്കെ. അത് ചില സമയത്ത് എനിക്കൊരു ആശ്വാസമാണ്. കാരണം ഒരാൾക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ശല്യവും ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും തെറിയും കാര്യങ്ങളൊക്കെ കേൾക്കണം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇന്നത്തെ ദിവസം ഞാൻ ഒറ്റയ്ക്കായിരുന്നു വീട്ടില്. ഞാൻ ആദ്യം നേരെ പോയിട്ട് ബ്രഷ് ചെയ്തു. ബ്രഷ് ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിൽ പല്ലുകൾ എല്ലാം നോക്കിയ ശേഷമാണ് ഞാൻ ബ്രഷ് ചെയ്യുന്നത്. ആ സമയത്ത് മുഖവും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഞാൻ കണ്ണാടിയിലേക്ക് നോക്കി. എൻ്റെ ആ ഒരു മേളത്തെ പൊട്ടൊന്ന് മാഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കൊണ്ട് ഞാൻ കുറച്ചു നേരം ആലോചിച്ച് കണ്ണാടിയിൽ നോക്കി അങ്ങനെ നിന്നു. ശേഷം എൻ്റെ സൗന്ദര്യത്തെ ഒരു നിമിഷം ഞാൻ തന്നെ ഒന്ന് ആസ്വദിച്ചു. ഇന്നലത്തെ ഉറക്കക്ഷീണം കൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഒരു കാപ്പി കുടിച്ചാൽ കൊള്ളുന്നുണ്ട്. ഞാൻ അടുക്കളയിലേക്ക് കയറി. ഇന്നലെ ഇരുന്ന പാത്രങ്ങളെല്ലാം അതേപോലെ തന്നെ കിടക്കുന്നു. മാനേജർ വന്നുപോയതിൻ്റെ എല്ലാ തെളിവുകളും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. കാരണം മറ്റൊന്നും ആയിരുന്നില്ല, കുടിച്ച ആ ഒരു ചായ ഗ്ലാസ് ഞാൻ കഴുകി വെച്ചിട്ടില്ലായിരുന്നു. അത് അതേപോലെ തന്നെ ഇരിക്കുകയായിരുന്നു. ഞാൻ ആ ചായ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് ശേഷം ഓരോ ഗ്ലാസും കാര്യങ്ങളും അതെടുത്ത് അടുക്കി വെച്ചു. ആ സമയത്തായിരുന്നു ഞാൻ ആ ഒരു കാര്യം കണ്ടത്. അത് മറ്റൊന്നും ആയിരുന്നില്ല, അവിടെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ലീക്കേജ്. അത് വാഷ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ തന്നെ നോക്കിയ സമയത്ത് ഇച്ചിരി സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു പൈപ്പിനകത്തുനിന്നും ലീക്കേജ് വരുന്നുണ്ട്. പൈപ്പിനകത്തുനിന്ന് ലീക്കേജ് ഇങ്ങനെ വന്നു കഴിഞ്ഞ് താഴെയും ലീക്കേജും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ സമയത്ത് അതിങ്ങനെ ചോർന്നൊലിച്ച് അടുക്കള മൊത്തം വെള്ളമാവുന്നുണ്ട്. രണ്ടെണ്ണവും പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരവസ്ഥ. അതായി കഴിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അത് മൊത്തം നോക്കി. ഇത് ആരെങ്കിലും വിളിച്ചൊന്ന് കാണിക്കണമല്ലോ. ഇന്നാണെന്നുണ്ടെങ്കിൽ അമ്മായിയമ്മയില്ല. ഇനി ആരുടെങ്കിലും ഒരു കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാക്കി തരുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് നേരെ വാഷ്റൂമിലേക്ക് കയറിയാണ്. നോക്കിയപ്പോൾ അവിടെയും ലീക്കേജും കാര്യങ്ങളൊക്കെ. ഇത് മൊത്തം ലീക്കേജ് ആണല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നൊക്കെ ഞാൻ ആലോചിച്ചു. വാഷ്റൂമിലെ പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നേരെ വീണ്ടും വാഷ് ബേസിന്റെ ആ ഒരു ഫ്രണ്ടിൽ വന്ന് കണ്ണാടി നോക്കിക്കൊണ്ട് നിന്നു. അങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കി. അപ്പുറത്തെ വീട്ടിലെ ലീലാമ്മി ചേച്ചി അവിടെ നിന്നിട്ട് ചുള്ളി എന്തോ ഒളിക്കുകയാണ്. ഞാനതിങ്ങനെ നോക്കി നിന്നു. ചേച്ചി എന്താണ് ചെയ്യുന്നതെന്ന്. ചേച്ചി ഓരോ ചുള്ളികളും അത് വിറകും കാര്യങ്ങളും എല്ലാം പറക്കിക്കൊണ്ട് തീയരിക്കാനും മറ്റുമാണെന്ന് തോന്നുന്നു കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് ഞാൻ അവിടത്തേക്ക് ആ ഒരു അടുക്കള ഭാഗത്തേക്ക് ചെന്ന് കയറി. ഞാൻ അടുക്കളയിൽ നിന്ന് തന്നെ ഉറക്കെ വിളിച്ചിട്ട് ചോദിച്ചു, ചേച്ചി എന്താ പരിപാടി എന്ന് ചോദിക്കുന്ന സമയത്ത് ചേച്ചി അവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ചേച്ചി ആ ഒരു വിറക് കൊള്ളിയും കാര്യങ്ങളൊക്കെ പൊക്കി കാണിച്ചു. അപ്പൊ തന്നെ ഞാൻ തിരിച്ച് കൈ കാണിച്ചു, എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട്. ശേഷം ഞാൻ ആ ഒരു മുറ്റത്തേക്ക് ഇറങ്ങി അവിടേക്ക് നടന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചിയും എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരാനായിട്ട് ആയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മഴവെള്ളത്തിന്റെ ഇടയിൽ കൂടെ തന്നെ ചാടി ചാടി ഞാൻ ലീലാമണി ചേച്ചിയുടെ അടുത്തേക്ക് എത്തി. ചേച്ചി, ഇവിടെ മൊത്തം ആകെ കുളമായിട്ട് കിടക്കുകയാണ്. ഇപ്പം ഇതൊന്ന് വൃത്തിയാക്കാൻ ആരെയാണ് വിളിക്കുക എന്ന് ഞാൻ ലീലാമണി ചേച്ചിയോട് ചോദിച്ചു. ആ സമയത്ത് തന്നെ ചേച്ചി മറുപടി പറഞ്ഞു, അതിന് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട എൻ്റെ കുഞ്ഞെ, നമുക്കിവിടെ ആളുണ്ടല്ലോ ഇതെല്ലാം വൃത്തിയാക്കാനും കാര്യങ്ങൾക്കൊക്കെ.
ആണോ? ഉണ്ടോ? എനിക്കങ്ങനെ അറിയില്ല ചേച്ചി ആരെക്കുറിച്ചും. അതാണ് കേട്ടോ ഞാൻ ചോദിച്ചത് എന്ന് ഞാൻ ലീലാമ്മ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെരയ്ക്കകത്ത് കയറിയിരിക്കാതെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം കൊച്ചേ. ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാലല്ലേ ആരൊക്കെ എന്തിനൊക്കെ ഉപകരിക്കൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ എന്ന് ലീലാമ്മ ചേച്ചി ഒരു പുഞ്ചിരിയോടെ എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ചേച്ചിയുടെ മുന്നിൽ ഇങ്ങനെ കിണുങ്ങി കിണുങ്ങി നിൽക്കുന്ന സമയത്താണ് ലീലാമ്മ ചേച്ചി ആ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. നമ്മുടെ ഷീബയുടെ ഹസ്ബൻഡ് പ്ലംബറാണ്. അവനെ ഒന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആള് വന്ന് ശരിയാക്കി തരുമല്ലോ. പിന്നെന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നേ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, എൻ്റെ കയ്യിൽ ആളുടെ നമ്പറില്ല ചേച്ചി. അപ്പോൾ തന്നെ ലീലാമ്മ ചേച്ചി ഫോൺ എടുത്തുകൊണ്ട് വന്ന് എനിക്ക് നമ്പർ പറഞ്ഞു തന്നു. ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്തുകൊണ്ട് ലീലാമ്മ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, ഇത് വിളിച്ചാൽ പിന്നെ എത്ര രൂപ കൊടുക്കേണ്ടി വരും? അപ്പോൾ ലീലാമ്മ ചേച്ചി പറഞ്ഞു, അവനെ കുടിക്കാൻ എന്തെങ്കിലും കൊടുത്താൽ മതി, അല്ലാതെ വേറെ ഒന്നും വേണമെന്നില്ല. ആള് ഒരു മുടിക്കൊടിയനാണ്, പിന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആളുകള് അവനെക്കുറിച്ച് അതും ഇതൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ആയിരിക്കില്ലല്ലോ. പിന്നെ നീ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, അത്ര മാത്രമേ ഉള്ളൂ എന്ന് മാത്രം ലീലാമ്മണി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലൊന്നും ചോദിക്കാൻ ലീലാമ്മണി ചേച്ചി അടുത്തോട്ട് പോയിട്ടില്ല. ഞാൻ അതും കേട്ട് ആ ഒരു നമ്പർ വാങ്ങിച്ചുകൊണ്ട് നേരെ മുറിയിലേക്ക് നടന്നു. ഞാൻ അടുക്കള വശത്ത് കൂടി മുറിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു മുറ്റത്ത് ഒരു മാങ്ങ വീണത്. മാങ്ങ വീണ സമയത്ത് തന്നെ ഞാൻ അവിടേക്ക് ഓടിച്ചെന്ന് ആ ഒരു മാങ്ങ കയ്യിലെടുത്ത് അത് കഴുകിയ ശേഷം ഞാനത് അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല പഴുത്ത മാങ്ങയുണ്ട്, അത് വീണ് ചെറുതായിട്ടൊന്ന് ചടങ്ങിയിട്ടുണ്ട്. അത് പിന്നെ കുഴപ്പമില്ല, മധുരം ഉണ്ടായതുകൊണ്ട് പിന്നെ വേറെ വിഷയമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് സെറ്റാക്കി വെച്ചിട്ട് നേരെ ആ നമ്പർ എടുത്ത് വിളിക്കാൻ നോക്കി. ഞാൻ നോർമൽ കോളിൽ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തു, പക്ഷെ എടുക്കുന്നില്ല എന്ന് കണ്ട സമയത്ത് ഞാൻ പിന്നെ ആ ഒരു വാട്സപ്പ് എടുത്ത് നോക്കി. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ആളുടെ ഫോട്ടോ അതിനകത്തുണ്ടായിരുന്നു. അശോ, ഒരു ജിമ്മിൽ പോകുന്ന ആളുടെ അത്രയും ഉശിരും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരാള്. പണ്ട് കല്യാണത്തിനൊക്കെ മുമ്പ് ആരോ പറഞ്ഞു തന്നിട്ടായിരുന്നു, ഈ കൂലിപ്പണിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയും നല്ല ശരീരമുള്ള മനുഷ്യന്മാരാണെന്ന്. അവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു ബോഡി ശരീരഘടനയും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു വാതിൽ ആരോ ഒന്ന് വന്ന് മുട്ടുന്ന പോലെ തോന്നിയത്. ഞാൻ തിരിഞ്ഞു നോക്കിയതും അത് ലീല ചേച്ചിയായിരുന്നു. എന്താ മോളെ നീ ഇങ്ങനെ നിന്ന് നോക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചേച്ചി അങ്ങോട്ട് കയറി വന്നത്. ചേച്ചിയുടെ കയ്യിൽ ഒരു ചോറ്റുപാത്രം ഉണ്ടായിരുന്നു. എന്താ ഇത് ചേച്ചി എന്ന് ചോദിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചി, ഇത് കുറച്ച് പായസമാണ്, അവിടെ ഇന്നലെ അവളുടെ പിറന്നാളല്ലായിരുന്നോ, അന്നേരം ഉണ്ടാക്കിയതാണ്, നീ ഇരുന്ന് കുടിച്ചോ, ഇവിടെ ആരുമില്ലല്ലോ, നിന്റെ അമ്മായിയും ഇല്ലാത്തതുകൊണ്ട് ശബ്ദമൊന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ സമയം അയാളുടെ ഫോട്ടോ എൻ്റെ ഫോണിൽ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ലീല ചേച്ചിയുടെ കണ്ണുകൾ എൻ്റെ ഫോണിലേക്ക് നോക്കി. ആ, ഇത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മളെ. ഇതാണ് കേട്ടോ ആള്. പിന്നെ ആളാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ കാണത്തുള്ളൂ, പിന്നെ വാട്സപ്പിൽ വിളിച്ച് നോക്കിയാൽ മതി. ചില സമയത്ത് നമ്മൾ റെഗുലറായിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എടുക്കത്തില്ല. നീ വാട്സപ്പിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് നോക്ക്. പിന്നെ അവനെ വിളിക്കുന്ന സമയത്ത് നിന്റെ വാട്സപ്പിലും ഒന്ന് DP ഇടാൻ മറക്കണ്ട എന്ന് മാത്രം ലീല ചേച്ചി ആ നിമിഷം എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ചു ചേച്ചി എന്തായിരിക്കും അങ്ങനെ പറഞ്ഞതെന്ന്. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. ചില ആളുകളാണെന്നുണ്ടെങ്കിൽ, സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു പരിഗണനയും കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ, അത് വിചാരിച്ചുകൊണ്ടായിരിക്കും ലീല ചേച്ചി അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ആ നിമിഷം തന്നെ മനസ്സിലാക്കി. അപ്പോൾ തന്നെ ഞാൻ ആ ഫോട്ടോയിലേക്ക് ഒന്നും കൂടി നോക്കി. ആ നിമിഷം ഞാൻ ആളോട് തന്നെ ചോദിച്ചു, ചേച്ചി ഇതെന്താ ഇങ്ങനെ ഒരാള്, അതായത് നല്ല ഒരു ജിമ്മിൽ പോകുന്ന ഒരു ആളുടെ ലുക്കൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് ചോദിച്ച സമയത്ത് തന്നെ ലീല ചേച്ചി മറുപടി പറഞ്ഞു, അത് അവനാണെന്നുണ്ടെങ്കിൽ പണ്ടുതൊട്ടേ കൂലിപ്പണിക്കൊക്കെ പോയി അങ്ങനെ തഴമ്പിച്ച ഒരാളാണ് നമ്മളെ. പിന്നെ ഷീബ ആ ഒരു സമയത്ത് അവനെ കല്യാണം കഴിക്കുന്നത്. പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു പയ്യനാണ് ആള്. പിന്നെന്ന് വെച്ചാൽ ഇങ്ങനെ ജിമ്മിൽ പോക്കും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഈ ഒരു മേശിരിപ്പണിയും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകും, അതുകൊണ്ടായിരിക്കാം. ആ, ഓക്കെ ചേച്ചി, ഏതായാലും ഞാൻ കണ്ടോണ്ട് ചോദിച്ചതേ ഉള്ളൂ എന്ന് ഞാൻ ഷീബ ചേച്ചിയോട് പറഞ്ഞു. അതിപ്പം മോളിങ്ങനെ നോക്കണ്ട മോളെ, അതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ അല്ലേ, അവർക്ക് ഈ ഒരു ശരീരപ്രകൃതി ആയിരിക്കും ഉള്ളത്. ഏതായാലും മോളൊന്ന് വിളിച്ചു നോക്ക് എന്ന് തന്നെ ചേച്ചി പറഞ്ഞിട്ട് ചേച്ചി അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ വാട്സപ്പിൽ ലീല ചേച്ചി പറഞ്ഞത് കൊണ്ട് ആ സമയം തന്നെ വിളിച്ചു. അപ്പോൾ തന്നെ ആള് ഫോൺ എടുത്തു. ആരാ എന്നൊക്കെ ചോദിച്ച സമയത്ത് ഞാൻ കാര്യം പറഞ്ഞു, ഇതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ പൊട്ടലുണ്ട്, പിന്നെ ബാത്റൂമിലുണ്ട്. ആ സമയത്ത് ആള് ഓക്കെ, ഞാൻ ആ സമയത്ത് തന്നെ വരാം,
ടൈം ഏകദേശം ഉച്ചയാവും കേട്ടോ എന്ന് മാത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞു, മഴയ്ക്ക് മുമ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ പൊങ്ങുന്നുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് സെറ്റാക്കായിരുന്നു എന്ന് മാത്രം അയാളോട് പറഞ്ഞപ്പോൾ ഞാൻ സമയത്തിന് എത്തിക്കോളാം എന്നാണ് മറുപടി വന്നത്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ വീട് മുഴുവൻ ഒന്ന് വൃത്തിയാക്കി. അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ പൊട്ടിക്കിടക്കുകയാണല്ലോ, അവിടെയും ഒന്ന് തുടച്ച് വൃത്തിയാക്കി. ചെറിയ ചെറിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ. ഞാൻ അടുക്കള തുടച്ച് പുറത്തേക്ക് ഇറങ്ങിയ സമയത്തിന് ലീലാമ്മ ചേച്ചി അവളെ ഒന്ന് വിളിച്ചു ചോദിച്ചു, എന്താ മോളെ, നീ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ച സമയത്തിന്, ആ ചേച്ചി ഞാൻ വിളിച്ചായിരുന്നു, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഉച്ച കഴിയണം പറഞ്ഞു. അവൻ കറക്റ്റ് സമയത്ത് തന്നെ വരും മോളെ, പേടിക്കണ്ട കേട്ടോ എന്ന് മാത്രം ലീലാമ്മ ചേച്ചി അവളെ ഒന്ന് വിളിച്ച് പറഞ്ഞു. ആ സമയത്ത് പണ്ടപ്പോഴോ എൻ്റെ അടുത്ത് ആരോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലീലാമ്മ ചേച്ചി ആളൊരു ചെറിയ തരികിടയൊക്കെയാണെന്ന്. പക്ഷേ ഞാനതൊന്നും കാര്യമാക്കി എടുത്തിട്ടില്ല. കാരണം മനുഷ്യന്മാരങ്ങനെയൊക്കെ തന്നെയല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. പക്ഷേ അന്ന് ആരോ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഈ ലീലാമ്മ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഷീബ ചേച്ചിക്ക് പൈസ കടം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷീബ ചേച്ചി അങ്ങനെ പലിശയും കാര്യങ്ങളൊക്കെ കൊടുക്കാതെ വന്നു, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഈ ഷീബ ചേച്ചിയുടെ ഭർത്താവാണെന്നു ഈ പ്ലംബറായിട്ടുള്ള മനുഷ്യൻ. ആളെ എല്ലാവരും നാട്ടില് അപ്പച്ചൻ എന്നാണ് വിളിക്കാറ്. അത് ഞാനും കേട്ടിട്ടുള്ള ഒരു പേരാണ്. അപ്പച്ചൻ മാമ എന്ന് വിളിച്ച് പിള്ളേർ വരെ പുറകെ നടക്കുന്നത് ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം വാട്സാപ്പിൽ നോക്കിയ സമയത്ത് ഈ ഒരു ഫോട്ടോയിൽ കണ്ട മനുഷ്യൻ തന്നെയാണ് അതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിൽ കുറച്ച് എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്ന് കഴിഞ്ഞ് അടുക്കളയൊന്ന് ഒതുക്കി ഞാൻ നേരെ കുളിക്കാനായിട്ട് പോയി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നിമേഷ് ഗൾഫിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് വാങ്ങിച്ചെന്ന ഡ്രസ്സായിരുന്നു ഞാൻ കണ്ടത്. അങ്ങനെ അവൻ മേടിച്ചെന്ന ആ ഒരു നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളും ഞാനൊന്ന് എടുത്ത് നോക്കി. എത്ര ബ്യൂട്ടിഫുൾ ആണിത്. ഇന്ന് അമ്മായിയമ്മയില്ല, ആരുമില്ല, പിന്നെ അതുകൊണ്ട് എനിക്ക് തന്നെ ഇട്ടാലെന്താണ്. ഇന്ന് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഒരു റാണിയെ പോലെ എനിക്കിവിടെ വാഴണം. പിന്നെ മറ്റൊന്നും ആയിരുന്നില്ല എൻ്റെ ലക്ഷ്യം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കണം. പിന്നെ നല്ല ഈ നിമേഷം വാങ്ങിച്ചെന്ന ഈ മോഡേൺ ആയിട്ടുള്ള ഹോളിവുഡ് ഡ്രസ്സിലുള്ള ഈ ഡ്രസ്സൊന്നും ഇടണം. കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ട് ഈ വീട് മുഴുവൻ ഒന്ന് ഓടി നടക്കണം. പിന്നെ അമ്മായിയമ്മ ഇരിക്കുന്ന ആ ചാരികസേലിൽ നിന്ന് ഒന്ന് ഞെളിഞ്ഞു നിവരണം. ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എല്ലാവരും അങ്ങനെ ഉദ്ദേശിക്കുന്നത് പോലുള്ള ഒരു ചെറിയ ഒട്ട ചിന്തകളായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എല്ലാം എൻ്റെ ആഗ്രഹം പോലെ ഞാൻ സാധിച്ചു. അത് മറ്റൊന്നും ആയിരുന്നില്ല, നിമിഷം വാങ്ങിച്ചെന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കണ്ണയുടെ മുന്നിൽ അലമാരയ്ക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പെട്ടെന്നാരോ കഥകളിൽ തടുന്ന പോലെ ഒരു ഒച്ച ഞാൻ കേട്ടത്. ഞാൻ ഇറങ്ങി അവിടേക്ക് ചെന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആരോ ഒരാളവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കഥകൾ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അത് അയാളായിരുന്നു, പ്ലംബർ. എനിക്ക് മനസ്സിലായി, അപ്പച്ചൻ ചേട്ടനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആളൊന്ന് പുഞ്ചിരിച്ചു. എൻ്റെ പേര് അതല്ല കേട്ടോ എന്ന് മാത്രം എനിക്കൊരു മറുപടി തന്നു. ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു, ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ട് ഇതേപോലെയാണ് കേട്ടിട്ടുള്ളത് എന്ന് മാത്രം ഞാൻ പറഞ്ഞു. ശേഷം ആ അടുത്ത് പറഞ്ഞുകൊണ്ട് ആളെയും വിളിച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് വന്നു. വരൂ, വന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അപ്പച്ചൻ ചേട്ടനാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ഒന്ന് നോക്കി കാണുന്നുണ്ടായിരുന്നു. അപ്പോഴും എനിക്കൊരു കാര്യം അറിയായിരുന്നു, ഞാൻ മൊത്തം വൃത്തിയാക്കിയൊക്കെയാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഭയത്തിന്റെ കാര്യത്തിൽ എനിക്കില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കണം, അതാണ് അടുത്ത കടമ്പ. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ അപ്പച്ചേട്ടൻ എൻ്റെ പിന്നിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയ സമയത്ത് അപ്പച്ചേട്ടൻ എൻ്റെ കണ്ണിലേക്ക് നോക്കി. അപ്പൊ തന്നെ ഞാൻ ചിരിച്ചു ചോദിച്ചു, ചേട്ടൻ എവിടേക്കായി നോക്കുന്നേ എന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചേട്ടൻ എന്തോ ഒരു വെപ്രാളം പോലെ ആ ഒരു ജനാലയുടെ സൈഡും പിന്നെ ആ ഒരു വാഷ് ബേസിൻ സൈഡൊക്കെ കാണിച്ചിട്ട് അവിടേക്ക് ഞാൻ ശ്രദ്ധിച്ച് നോക്കാണ് എന്ന് പറഞ്ഞു. നീ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഇനി ചിലപ്പോ ഞാൻ വൃത്തിയാക്കിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളും വീടും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാണ്. അപ്പച്ചേട്ടൻ അത്ര ആസ്തിയുള്ള ആളൊന്നുമല്ലല്ലോ, അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ തന്നെ അപ്പച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എന്തെങ്കിൽ ഇതൊന്ന് നോക്കട്ടെ, എങ്ങനെയാ റെഡിയാക്കാൻ പറ്റുന്നതാണെന്ന് റെഡിയാക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് മാറണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറേണ്ടി വരും കേട്ടോ എന്ന് മാത്രം എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ ചേട്ടാ. അത് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഞാൻ നേരെ റൂമിലേക്ക് പോയി. ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാക്കി. ശേഷമാണെന്നുണ്ടെങ്കിൽ നേരെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു. എൻ്റെ മുടി നന്നായിട്ടൊന്ന് കെട്ടിവെച്ചു. അത് മറ്റൊന്നും ആയിരുന്നില്ല, ചെറിയ രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട മുടിയാണ്. ഞാൻ അത്യാവശ്യം വണ്ണമുള്ള ഒരു പ്രകൃതമായതുകൊണ്ട് തന്നെ ശരീരഭാരം എല്ലാം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും
ഞാൻ കുറച്ച് മേക്കപ്പിലാണ് ചെയ്യാറ്. അത് മറ്റൊന്നും കൊണ്ടല്ല, വണ്ണുള്ള ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ അത് ഐശ്വര്യമായിട്ട് തന്നെ ഇടണം എന്നെനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, എല്ലാ കാര്യങ്ങളും എൻ്റെ കൈകളാണെന്നുള്ള അമ്മായിയമ്മയ്ക്കാണ് ചുമ്മാ ആണ് എന്നൊക്കെ ഞാൻ ചുമ്മാതെ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഞാനിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു അവിടെ ഡോറിൽ ആരോ വന്ന് മുട്ടുന്ന പോലെ എനിക്ക് തോന്നിയത്. അതെ കൊച്ചെ, കുറച്ച് വെള്ളം കിട്ടുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ആ ചേട്ടാ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് പേടിച്ചിട്ടാണ് ഞാൻ വിളിച്ചത്. പെട്ടെന്ന് ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ വന്ന് കൊട്ടിയിട്ട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആരായാലും പേടിച്ചു പോകല്ലോ. അങ്ങനെ പേടിച്ചു പോയിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ പേടിച്ച് ഞാൻ ചെന്നിട്ട് അവിടുന്ന് അടുക്കളയിൽ നിന്ന് ഞാൻ തിളപ്പിച്ചിട്ട ആറ്റിയ വെള്ളം അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ അയാൾക്കെടുത്ത് കൊടുത്തു. ഞാൻ ഗ്ലാസ് കൊടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആളെന്നെ നോക്കിയിട്ട് പെട്ടെന്ന് അത് വായിച്ചു. എന്തോ നല്ല ദാഹം ഉണ്ടെന്ന് തോന്നുന്നു. അത് മുഴുവൻ പെട്ടെന്ന് തന്നെ കുടിച്ചിട്ട് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ചേട്ടാ ഒരു ഗ്ലാസ് കൂടെ വെള്ളം വേണോ എന്ന് ചോദിച്ച സമയത്ത് തന്നെ ആള് പറഞ്ഞു, വേണ്ട കുഞ്ഞെ, കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് മാത്രം ആള് പറഞ്ഞു. അങ്ങനെ വീണ്ടും അയാള് ജോലിയിൽ മുഴുകുന്ന സമയത്തും എന്നെ ഒന്ന് നോക്കി. ആ നിമിഷം ഒരു പരിഭ്രാന്തിയോടെ ഞാൻ ചോദിച്ചു, വൈഫൊക്കെ സുഖമായിട്ടിരിക്കുന്നോ ചേട്ടാ? ആ ഉണ്ടവിടെ എന്ന് മാത്രം പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്കെന്തോ ഒരു സ്മെല്ലടിക്കുന്ന പോലെ. ആള് കുറച്ച് കള്ളുഷാപ്പിന്റെ ആളാണല്ലോ. ലീല ചേച്ചി നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ആ എന്തേലും ആവട്ടെ, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ജോലി കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രം മതി എന്ന് മാത്രമായിരുന്നു എൻ്റെ ഒരു കാര്യം. അങ്ങനെ അടുക്കളയിൽ ഏകദേശം താഴത്തെ വാഷ് ബേസിന്റെ ആ ഒരു ഏരിയ മൊത്തം ഒന്ന് ക്ലിയർ ചെയ്തു. പിന്നെ ബാക്കിയുണ്ടായിരുന്നത് അടുക്കളയിലെ ആ ഒരു കാര്യങ്ങളാണ്, പൈപ്പിന്റെ. അതും അയാളൊന്നും നോക്കി. ആ ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട് കുഞ്ഞെ, ഇതിപ്പം യൂസ് ചെയ്യാനെല്ലാം കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് എന്ന് മാത്രം ആള് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ ബാത്റൂമിലും പെൻഡിങ് ഉണ്ട് കേട്ടോ എന്ന് പറയുന്ന സമയത്ത് ആൾ അവിടേക്കൊന്ന് നോക്കി. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു, അവിടെയാണ് ബാത്റൂം, എന്നാ പിന്നെ അത് നോക്കിക്കളയാം എന്ന് പറഞ്ഞുകൊണ്ട് ആൾ എഴുന്നേക്കുന്ന സമയത്ത് മുണ്ടൊന്ന് മുറുക്കി കൊടുത്തതിന് ശേഷം ആളത് തട്ടെടുത്തു. ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാ പിന്നെ നടന്നു കേട്ടോ, ഞാനും വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആളെയും കൊണ്ട് അവിടേക്ക് ചെന്നു. ആ സമയം ബാത്റൂം ആണെന്നുണ്ടെങ്കിൽ ഞാൻ വൃത്തിയാക്കിയിട്ടിരുന്നെയാണെങ്കിൽ ശരിയെന്നെ, വീണ്ടും വെള്ളം വീണ് അവിടെ മൊത്തം വെള്ളമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുകയാണ് പൈപ്പിൽ നിന്ന്, അതൊരു ബുദ്ധിമുട്ടാണ് ചേട്ടാ, അതെന്തെങ്കിലും ഒന്ന് റെഡിയാക്കി എടുക്കണം എന്ന് മാത്രം ഞാൻ ആ ഒരു പ്ലംബർ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ആള് അകത്തേക്ക് കയറുന്ന സമയത്ത് തന്നെ ഞാൻ ചോദിച്ചു, അപ്പച്ച ചേട്ടാ, ചേട്ടൻ ഇന്ന് ചോറ് കഴിച്ചിട്ടല്ലേ പോകത്തുള്ളൂ? അപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞു, എൻ്റെ പേര് അപ്പച്ചൻ എന്നല്ല കേട്ടോ, ഷാജി എന്നാണ്, എന്നെ ഷാജി എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ചോറിൻ്റെ കാര്യം അത് വേണ്ട, കുഴപ്പമില്ല, ഞാൻ കഴിച്ചിട്ടാണ് വന്നത് എന്ന് മാത്രം ആള് പറഞ്ഞു. ആ നിമിഷം ഞാനൊരു പുഞ്ചിരിയോടെ അങ്ങോട്ട് കയറിയ സമയത്ത് ആളെന്നെ ഒന്ന് വിളിച്ചു, പക്ഷേ ഇവിടുത്തെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഊരിയെടുക്കാനൊക്കെ ഒന്ന് സഹായിച്ചാണ് കേട്ടോ, കാരണം അവിടുത്തെ പോലെയല്ല ഇവിടെ കുറച്ച് ടൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതുകൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല, അല്ലെ പിന്നെ ഞാൻ വീട്ടിൽ പോയി പുതിയ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരേണ്ടി വരും. അതുവരെ നിൽക്കുന്നതിനെക്കാട്ടിലും ഇതൊന്ന് ചെറിയൊരു ഹെൽപ്പ് ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് തന്നെ ആളെൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനൊരു നിമിഷം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, എന്തൊക്കെയായാലും ഞാനൊന്ന് ശരിയാക്കി എടുക്കാം ചേട്ടാ, ഞാനും കൂടെ നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്നു. ആ നിമിഷം ഞാൻ ആലോചിച്ചു, നിമേഷ് വാങ്ങിച്ചെന്ന പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്, അതും നൈറ്റ് ഡ്രസ്സ്, പിന്നെ ഹോളിവുഡ് സ്റ്റൈലും, ഇതൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ഇത് വിട്ടുകൊണ്ട് ഇയാളുടെ കൂടെ നിന്ന് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും അപകടമാവോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നൈറ്റി ആയിരുന്നു അത്. ഇതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു രസമുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷാജി ചേട്ടൻ എന്നെ ഒന്ന് നോക്കി, എന്താ ചേട്ടാ എന്ന് ചോദിച്ച സമയത്ത്, ഈ ജാതിയൊക്കെയാണോ ഇടുന്നത് എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാനിങ്ങനെ ചോദിച്ചു, എന്താ ചേട്ടാ എനിക്ക് മനസ്സിലായില്ല. അല്ല, ഈ ഐറ്റം ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവളൊന്നും ഇട്ട് കണ്ടിട്ടില്ല, അതാ ഞാൻ ചോദിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഇത് എനിക്കിന്ന് ഗിഫ്റ്റ് കിട്ടിയാണ് ചേട്ടാ, അപ്പോൾ ഇടാന്ന് വെച്ചു. പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഫ്രീ അല്ലേ, അന്നേരം ഇട്ടതെന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞ സമയത്ത് തന്നെ ആളെൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു, അവൾക്കും ഈ സമയത്ത് ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കണം, എനിക്കങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഏതായാലും നോക്കട്ടെ ഞാൻ എന്ന് മാത്രം ആള് പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനൊന്നും കുഴപ്പമില്ല ചേട്ടാ, ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ തന്നെ ആളെന്നെ വിളിക്കുന്നുണ്ടായിരുന്നു, ഒന്ന് പിടിക്കോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഒരു പരിഭ്രാന്തിയോടെ അങ്ങോട്ട് ചെന്നു. വെള്ളം അങ്ങനെ തെറിച്ചു വീണാൽ ഈ
മാക്സിമം അഴുക്കാവുമല്ലോ എന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ആള് നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ കഥയുടെ അടുത്ത ഭാഗം നിങ്ങൾക്ക് താമസിക്കാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അതിൻ്റെ ഒരു സീരീസ് ആയിട്ട് ഇത് ബാക്കിൽ വരുന്നുണ്ടായിരിക്കും. ആ കഥയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പം നമുക്കിനി പുതിയ കഥയുമായിട്ടല്ല, ഇതിൻ്റെ ബാക്കിയായിട്ട് വരാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പം ബൈ ബൈ.